ക്വസ്റ്റ്യൻ 13 അകത്തെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്ന TQ/3I പ്ലസ് T²/2J. നമുക്ക് ടാൻജൻ്റ് നോർമൽ കർവേച്ചർ കാണാം. അപ്പോൾ ആദ്യം വെലോസിറ്റി വെക്റ്റർ കാണാം. വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് dr/dt ആണ്. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു T³ ഡെറിവേറ്റീവ് 3T²I പ്ലസ് 1/2 ഇൻറ്റു T² എന്നത് 2J. അപ്പോൾ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി, 2യും 2യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? T²I പ്ലസ് TJ എന്ന് വരും. മോഡുലസ് ഓഫ് V⁻(T) എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. T⁴ പ്ലസ് T². T⁴ പ്ലസ് T². നമുക്ക് ഒരു T² കോമൺ ആയിട്ട് എടുത്താൽ T² പ്ലസ് 1. So this is equal to T into square root of 1 plus T². T² into 1 plus T² ഡെറിവേറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഡെറിവേറ്റീവിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ T² ഡെറിവേറ്റീവ് T. ഇത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റാത്തത്. T² സ്ക്വയർ റൂട്ട് T. T² പ്ലസ് 1 അതുപോലെ തന്നെ ഇട്ടു. ഇനി T ബാർ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി വെക്റ്റർ ആണ്. അപ്പോൾ അത് T²I പ്ലസ് TJ ഡിവൈഡഡ് ബൈ T ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് T² എന്ന് വരും. അപ്പം നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു T² ഒരു Tയും കൂടെ പോയി കഴിയുമ്പോൾ മിച്ചം T ഡിവൈഡഡ് ബൈ 1 പ്ലസ് T²I. അടുത്തത് J ബൈ 1 റൂട്ട് ഓഫ് 1 പ്ലസ് T². അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് TI ബൈ സ്ക്വയർ റൂട്ട് ഓഫ് T² പ്ലസ് 1 പ്ലസ് J ബൈ സ്ക്വയർ റൂട്ട് ഓഫ് T² പ്ലസ് 1 എന്ന് കിട്ടി. അപ്പം T ബാർ കിട്ടി. അപ്പം നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങോട്ട് എഴുതി വെക്കാം. ഇനി വെലോസിറ്റി വെക്റ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് മോഡുലസ് ഓഫ് V⁻(T) വേണം. അത് T ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് T². T ബാർ നമുക്ക് കിട്ടിയത് T ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് T²I പ്ലസ് 1 ബൈ 1 പ്ലസ് T²J. ഇനി നമുക്ക് dt/dt ചെയ്യണം. ഇവിടെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ 6th പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് T ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് T² എന്ന് പറയുമ്പം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് 1 പ്ലസ് T²⁻² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് T മൈനസ് 1 ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു 1 പ്ലസ് T² മൈനസ് ½ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് T² എന്ന് പറയുമ്പോൾ 2T ഡിവൈഡഡ് ബൈ 1 പ്ലസ് T². ഇത്രയുമാണ് I കമ്പോണൻറ്റ്. അപ്പോൾ ഇത് I കമ്പോണൻറ്റ്. ഇനി പ്ലസ് J കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് T² മൈനസ് ½ മൈനസ് ½ ഇൻറ്റു 1 പ്ലസ് T² മൈനസ് 3/2 ഇൻറ്റു 2TJ. നമുക്കിത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ 2യും 2യും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 2യും 2യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇത് 1 പ്ലസ് T²⁻² മൈനസ് T² ബൈ 1 പ്ലസ് T²⁻². മുമ്പത്തെ ഏകദേശം സിമിലർ ആയിട്ടാണ്. 6ാമത്തെ പ്രോബ്ലമായിട്ട് സിമിലറാണ്. ഈ Tയും Tയും കൂടെ T². 1 പ്ലസ് T² മൈനസ് ½ നമുക്ക് 1 പ്ലസ് T²⁻² എന്ന് ഡിനോമിനേറ്റർ എഴുതാം ബൈ 1 പ്ലസ് T². ഇത്രയുമാണ് I കമ്പോണൻറ്റ്. മൈനസ് ഇവിടെ ഒരു മൈനസ് TJ ഡിവൈഡഡ് ബൈ 1 പ്ലസ് T²⁻³ വരും. ഇനി ഇവിടെ മുമ്പത്തെ പോലെ LCM എടുക്കുക. 1 പ്ലസ് T² വരും മൈനസ് T² ഡിവൈഡഡ് ബൈ ഈ 1 പ്ലസ് T²⁻² കൂടെ അടിയിലോട്ട് വരുമ്പം അത് 1 പ്ലസ് T²⁻³ I മൈനസ് T ബൈ 1 പ്ലസ് T²⁻²J. അപ്പം ഇവിടെ മിച്ചം 1 ഉള്ളൂ. അപ്പോൾ 1 ബൈ 1 പ്ലസ് T²⁻³ മൈനസ് T ഡിവൈഡഡ് ബൈ 1 പ്ലസ് T²⁻³J. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് dt/dt കിട്ടി. ഇങ്ങോട്ട് എഴുതാം. ഇനി നമുക്ക് മോഡുലസ് അല്ല dt/dt കിട്ടി. ഇനി അതിൻ്റെ മോഡുലസ് കാണാം. അപ്പം നമുക്ക് കിട്ടിയത് I ബൈ 1 പ്ലസ് T²⁻³ മൈനസ് T ബൈ 1 പ്ലസ് T²⁻³J. ഇനി അതിൻ്റെ മോഡുലസ് കാണും. മോഡുലസ് ഓഫ് dt/dt ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് T² പ്ലസ്
ടി സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3. ഇതിൻ്റെ സ്ക്വയർ 1/1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3/2യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3. ഇത് ടി സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3. അപ്പം നമുക്കത് 1 പ്ലസ് ടി സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3യുടെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ അത് 1/1 പ്ലസ് ടി സ്ക്വയറിൻ്റെ സ്ക്വയറായിട്ട് മാറും. അപ്പോൾ അത് 1/1 പ്ലസ് ടി സ്ക്വയർ 1/1 പ്ലസ് ടി സ്ക്വയർ. Therefore n bar എന്ന് പറയുന്നത് dt by dt ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dt by dt ആണ്. ചെയ്യുമ്പം നമുക്ക് i മൈനസ് ടി ജെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3/2 ഞാൻ ഒരുമിച്ച് എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ 1/1 പ്ലസ് ടി സ്ക്വയർ വരും. അപ്പോൾ ഈ 1 പ്ലസ് ടി സ്ക്വയർ മുകളിലോട്ട് വരുമ്പം i മൈനസ് ടി ജെ ബൈ ഈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3/2 1 പ്ലസ് ടി സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു ഹാഫേ മിച്ചം വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു ഹാഫ് ഐ മൈനസ് ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു ഹാഫ് ജെ. ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഞാൻ ഒരുമിച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ, ഐയും ജെയും കൂടെ ഒരുമിച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു ഹാഫ് ഐ മൈനസ് ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു ഹാഫ് ജെ എന്ന് കിട്ടി. അപ്പം നമുക്ക് n ബാർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കർവേച്ചർ കാപ്പയുടെ ഫോർമുല എന്താണ്? 1 മോഡുലസ് ഓഫ് വി ബാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി. 1 മോഡുലസ് ഓഫ് വി ബാർ നമ്മൾ 1/t ഇൻറ്റു 1 റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ. ഇനി ഇത് 1/1 പ്ലസ് ടി സ്ക്വയർ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3/2. കർവേച്ചർ എന്ന് പറഞ്ഞാൽ 1/t ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ റേസ് ടു 3/2 എന്ന് വരും.